ഹലോ, ഇന്നൊരു കല്യാണ വിശേഷമാണേ. കല്യാണം വേറെ ആയിരുന്നുമല്ല, എൻ്റെ കസിൻ്റെയാണ്, അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കേട്ടോ. ഇതാണ് കല്യാണ വീട്. അമ്മമാരും മാമിമാരും ഒക്കെ ആട്ടോ ഇരിക്കണതൊക്കെ. ഞാൻ അവരെ സെപ്പറേറ്റ് പോയിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. ചിലപ്പോൾ അവർ കളിയാക്കിയാലോ. ആ മേലെ നിന്ന് വീക്ഷിക്കുന്നത് ഞങ്ങളാട്ടോ. ഇതാണ് ഞങ്ങളുടെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ആമിക്ക് പിന്നെ ആരെങ്കിലും കളിക്കാൻ കിട്ടിയാൽ മതിയല്ലോ, അവൾ ഹാപ്പി ആയിരിക്കും. ഞങ്ങളിവിടെ നിന്ന് പന്തലിലേക്ക് വരുന്നവരൊക്കെ നോക്കുക കേട്ടോ. മാത്രമല്ല, ഈ മക്കളെ കൊണ്ട് താഴോട്ട് പോയാലേ ഓടി നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പന്തലിൽ ആളൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മൂത്തമ്മയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർ കുറേ ആൾക്കാരും ചെന്നൈയിൽ നിന്നാട്ടോ വന്നത്. പന്തലിൽ ഫുൾ ഒരു ചെന്നൈ മയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കസിൻ്റെ കല്യാണമാണെങ്കിലും അറിയാത്തവരാണ് കൂടുതൽ പന്തലിലുള്ളത്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട് കേട്ടോ. മാമൻ്റെ അടുത്ത കല്യാണം പോലത്തെ ഒരു ഫ്രീഡം കിട്ടുമല്ലോ. പിന്നെ നമ്മളെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആവിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ബദ്രിനാഥ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവൻ 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അവൻ്റെ മുടി കണ്ടോ, അവന് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 5 വയസ്സ് പ്രായത്തിൽ അവന് ഇത്രയും മുടിയുള്ളതിൻ്റെ റെക്കോർഡ് അവന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബദ്രിയോട് പറഞ്ഞു, മോനെ ആ മുടി ഒന്ന് കഴിച്ചിട്ട് കാണിച്ചു തരുമെന്നേ. പക്ഷെ അവൻ പറഞ്ഞത് കെട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അവൻ്റെ വീഡിയോ എടുക്കണത് കണ്ടിട്ട് കുശുമ്പായിട്ടാണ് എൻ്റെ മോളട്ടോ മുന്നിൽ കയറി നിൽക്കണത്. ഞാൻ വേറൊരാളെ കുറച്ചുകൂടി കെയർ ചെയ്യണത് നമുക്ക് പിടിക്കില്ല. പിന്നെ അതെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും മക്കളൊക്കെ വന്നപ്പോഴാട്ടോ ആമി ശരിക്കും ഒന്ന് ചില്ലായത്. അവളുടെ ശരിക്കും വേറെ ആരെക്കാളും ഇവരാണ് നമുക്ക് വേണ്ടത്. അവർ കിട്ടിയപ്പോഴത്തേക്ക് ഫുൾ ഡാൻസായി. ചെക്കൻ്റെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയായി. ലിയമോക്കും നൈനുമോക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. കാരണം ആമിയുടെ സ്വന്തം വീട് പോലെയാണല്ലോ, അവർക്ക് അങ്ങനെയല്ലല്ലോ, വന്നതല്ലേ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ അതങ്ങോട്ട് സെറ്റായിട്ടോ. പിന്നെ വേറെ ലെവൽ ഡാൻസ് ആയിരുന്നേ. കോപ്പി റൈറ്റ് കിട്ടും, അതാട്ടോ ഞാൻ വോയിസ് കേൾപ്പിക്കാത്തത്. ആമിയുടെ അച്ഛനും അച്ഛമ്മയും അച്ഛനും ബാപ്പനും എല്ലാവരും വന്നിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആമി ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ അവൾ തോള് കിടക്കുന്നത് കൊണ്ട് ആ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല, കാരണം ചെന്നൈയിൽ നിന്ന് വന്ന ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സോ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. ഞങ്ങളിതേ കല്യാണത്തിന് പോവാട്ടോ. വണ്ടിയിലാണേ, ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ കുറച്ചുകൂടി പേഴ്സണൽ ഫേവറേറ്റായിട്ട് വന്നിരിക്കുകയാണ് ഇതിൽ. ബസ്സിലൊക്കെ കയറി കുറേ നമുക്കറിയാത്ത ചെന്നൈ ടീംസൊക്കെ ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ കസിൻസായിട്ട് ഇങ്ങനെ ജോലിയായിട്ട് പോകാമല്ലോ. നല്ല എൻജോയ്മെൻറ്റ് മൂഡാട്ടോ. അങ്ങോട്ട് നല്ല ചില്ലായിട്ടാണ് പോയതേ. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. ഇതാണ് ഓഡിറ്റോറിയം, കൊയിലാണ്ടി ശ്രീദുർഗ ഓഡിറ്റോറിയം കേട്ടോ. കല്യാണപ്പെണ്ണിൻ്റെ വരവ് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് പെൺകുട്ടികൾ ഡാൻസൊക്കെ കളിച്ച് നല്ല കളർഫുള്ളായ പരിപാടിയായിരുന്നു. ശരിക്കും ഈ പാട്ടും സ്റ്റെപ്സൊക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ കേൾപ്പിക്കാത്തത്. ഇതാണ് നമ്മുടെ വരനും വധുവും, ആദർശും അനശ്വരയും. കല്യാണം വേണമെങ്കിൽ നമുക്കിനി കുറച്ച് ഫാസ്റ്റ് അടിച്ച് കാണാം അല്ലേ. ആക്ച്വലി ഈ വീഡിയോ ഞങ്ങളുടെ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും, കാരണം ഇവൻ്റെ കല്യാണം മാത്രമേ ഇതിലുള്ളൂ.
സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെക്കനും വീട്ടിലേക്ക് ചെന്നിട്ടാണ് മധുരം കൊടുക്കുന്ന പരിപാടി. ഇവിടെ സ്റ്റേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കൊയിലാണ്ടി ഭാഗത്ത് അങ്ങനെ ആയതുകൊണ്ടാണോ ഇനി അല്ലാണ്ട് എല്ലാ സ്ഥലത്തും നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊക്കെ വീട്ടിൽ ചെന്ന ശേഷമാണ് ഇതേപോലെ മധുരം തരലൊക്കെ ഉള്ളത്. സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലും, സൈഡിൽ ഞങ്ങളെ വക റീലെടുക്കൽ. ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ തന്നെ അമ്പലം കാണട്ടോ, ശ്രീദുർഗ ക്ഷേത്രം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പെണ്ണും ചെക്കനും വീട്ടിലേക്ക് കയറുക കേട്ടോ. എല്ലാവരും വിളക്കും താലമൊക്കെ വെച്ച് സ്വീകരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കല്യാണ വിശേഷം. ഇത് ശരിക്കും നമ്മളെ ഫാമിലിക്ക് ഒരു കല്യാണ വീഡിയോ കാണുന്ന പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ കല്യാണത്തിന് വന്നാൽ കല്യാണ വീഡിയോ അല്ലാണ്ട് എന്താ ഉണ്ടാവല്ലേ. അവർക്ക് നല്ല ഹാപ്പി മാരീഡ് ലൈഫ് ആശംസിക്കാം അല്ലേ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണും വരെ ബൈ.